ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുമരകത്തുള്ള KTDCയുടെ സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ധാരാളം ആക്ടിവിറ്റീസൊക്കെ ഉള്ള ലേക്കിനോട് ചേർന്നുള്ള കോട്ടേജസ് ഉള്ള വളരെ മനോഹരമായ ഒരു റിസോർട്ട്. അപ്പോൾ ഈ റിസോർട്ടിലെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. Living life, every day, late at night, not okay, all I want, and I pray. ഇവിടെ ഈ KTDC വാട്ടർസ്കേപ്സിൽ കോട്ടേജുകളായിട്ടാണ്. അപ്പോൾ റിവർ ഫ്രണ്ട് കോട്ടേജാണ്. അപ്പം ഏറ്റവും ഫ്രണ്ടിലുള്ളത് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വേറെ കോട്ടേജ് എടുക്കുന്നില്ല. അവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയ കോട്ടേജ് ഇതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ കോട്ടേജ് ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം അവിടെ നല്ല വെയിലും ചൂടുമാണ്. അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് ഇതിനകത്തൊരു KTDCയുടെ തന്നെ ബിയർ പാർലറൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു റൂമിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് റോഹിത്ത്. വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TV ഉണ്ട്. ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ. ഇത് മിററായിരുന്നു. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. അല്പം വലിയ ബാത്റൂം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സെപ്പറേറ്റ് ഷവർ ഏരിയ ഒക്കെ ഉള്ള ഒരു വാഷ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങോട്ട് നടന്നൊക്കെ നോക്കാം. അത് ഈ ലേക്കിൻ്റെ നേരെ മുമ്പിലുള്ള കോട്ടേജസുകൾക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ കൂടെയുള്ള ഒരാളുടെ പരിചയത്തിലാണ് കിട്ടിയത്. ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കുറച്ച് തന്നു. ഇതാണ് ഫ്രണ്ടിലുള്ള കാഴ്ചകൾ. ഈ പറയുന്നത് ഞങ്ങളിപ്പോൾ വന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ പുറത്തൊന്നും ഈ സമയത്ത് ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും നല്ല കാറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് എന്തായാലും വന്ന് നോക്കണമല്ലോ. ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത ഉടനെ ഇങ്ങോട്ടേക്കൊന്ന് വന്നു നോക്കാം. നമ്മൾ റൂമിലേക്ക് പോവാണ്. വൈകിട്ട് സമയം ഒരു 6 മണിയായി. അത് കണ്ടോ, സൺസെറ്റ് നമ്മുടെ മുന്നിൽ തന്നെ. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സൺസെറ്റൊക്കെ കിട്ടും കേട്ടോ. കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ ഇങ്ങനെ കുറേ പാലങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു കനാലും ഒക്കെ നല്ല രസമുണ്ട്. ആക്ച്വലി ഇന്ന് റിസോർട്ട് ഫുള്ളാണ്. പക്ഷേ ആരെയും അങ്ങനെ പുറത്ത് കാണുന്നില്ല. ഞങ്ങൾ നെറ്റിൽ നോക്കി, ഇന്ന് സോൾഡ് ഔട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ ഒക്കെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ ഒരു പാലമൊക്കെ അടിപൊളിയല്ലേ, നല്ലൊരു ഫ്രെയിമാണല്ലോ. അതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ താല്പര്യമുള്ളവർക്ക് ബിയറും സെർവ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ സൺസെറ്റ് അവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് വൈകിട്ടൊക്കെ ഇരിക്കാൻ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഇതാണ് കേട്ടോ. ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നേരെ നമുക്ക് ആ സൺസെറ്റാണ് കിട്ടുന്നത്. ആക്ച്വലി തൊട്ടപ്പുറത്ത് കായലാണ് കേട്ടോ. അപ്പോൾ കായലിൻ്റെ മനോഹരമായ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ ആസ്വദിക്കാൻ പറ്റുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടിക്കാം. അടിപൊളി. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ട് മുകളിലാണ്, തൊട്ടിപ്പുറത്താണ് ഇവിടുത്തെ ജിമ്മുള്ളത് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി കൊക്കുകൾ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന ടൈപ്പ് മാത്രമല്ല, വെറൈറ്റി കൊക്കുകളൊക്കെ വരും. ശ്രദ്ധിച്ചിരുന്നാൽ ഈ ദേശാടന പക്ഷികളൊക്കെ വലിയ ടൈപ്പ് നേരത്തെ ഒരെണ്ണം വന്നിരുന്നായിരുന്നു. എനിക്ക് ആ സമയത്ത് എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വരാനുള്ള കാരണം വേറൊന്നുമല്ല, ഈ നമ്മൾ നടന്നു പോകുന്ന ദൂരത്ത് തന്നെയാണ് കുമരകത്തെ ബേർഡ് സാങ്ച്വറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും പക്ഷികൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ ഇതെല്ലാം വന്നിരിക്കുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് മീൻ ചാടും. അതിനാണ് ഇത്രയും കൊക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, ഇവിടെ ഒരു ചെറിയ ചട്ടിയൊക്കെ കാണുന്നുണ്ട്, ഫ്ലോട്ടിംഗ് ചട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് ക്യാഷ് ഒന്നും കൊടുക്കണ്ട കേട്ടോ, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു പ്രീമിയം ടൈപ്പ് റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ് ഈ ഒരു ബ്രിഡ്ജ്. ഇതൊക്കെ നമ്മുടെ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോർട്ടിൻ്റെ പാക്കേജിൽ ഉൾപ്പെടെയാണ്. പിന്നെ ഈ നമുക്ക് ഈ ലേക്കിലെ കാഴ്ചകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. കുമരകത്ത് ധാരാളം ഹൗസ് ബോട്ടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് സീസണാണ്, അതുകൊണ്ടാണ് ഇത്രയും കുറവ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഹൗസ് ബോട്ട്സ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുമരകത്തെ KTDCയുടെ വാട്ടർസ്കേപ്സ് എന്ന് പറയുന്ന ആ ഒരു റിസോർട്ടിലെ സ്റ്റേ അവസാനിപ്പിച്ച് ഞങ്ങൾ പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ആസ് യൂഷ്വൽ പറയുന്ന പോലെ കുറച്ച് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലേക്കിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ലേക്കിനോട് തൊട്ട് ചേർന്നുള്ള വില്ലാസിന് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും വിളിച്ചു ചോദിക്കുക. ഞങ്ങളിപ്പോൾ വന്നതൊരു ഓഫ് സീസൺ ടൈമിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടിയത്. ഒന്നാമത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിന് ജനറൽ മാനേജറിന് പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ചെക്ക് ചെയ്തു. അപ്പം 8,000-നൊക്കെയാണ് ഇവിടെ ഈ ഞങ്ങളെടുത്ത ഈ റൂംസിന് എന്താ പറയുക എല്ലാ ആപ്സിലും കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഈ റൂംസ് എടുക്കാൻ പറ്റും. ഒരു പ്രീമിയം വില്ലാസ് തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ ലേക്ക് വ്യൂ എന്നും പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഉണ്ട്, അതിന് കുറച്ചുകൂടെ കൂടും. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടും കേട്ടോ. ഈ 7,000 8,000 ഒന്നും അല്ല, അതിലും കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇത് പറയാനുള്ളത് കുറച്ചുകൂടെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു വളരെ ആംബിയൻസ് ഒക്കെ ഉള്ള നല്ല ഫുഡോട് കൂടിയ ഒരു റിസോർട്ടാണിത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു മഴക്കാലത്തൊക്കെ വന്നാൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഫാമിലിക്കൊക്കെയാണ് കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ വന്നത് ബാച്ചിലേഴ്സാണ്, ഫാമിലിയെ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പോലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രോപ്പർട്ടിയുടെ ആ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ കുമരകത്തെ ബേർഡ് സാങ്ച്വറി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് വേറെ ടിക്കറ്റൊന്നും എടുക്കണ്ട, നേരെ അങ്ങോട്ട് നടന്നു പോയാൽ മതി. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് പോയിട്ട് നമ്മളിന്ന് രാവിലെ പോയിട്ട് അങ്ങോട്ടൊക്കെ പോയായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. നമ്മൾ ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചു, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അതേപോലെ ഒരു ഇൻഫിനിറ്റി പൂൾ എന്ന് പറയാവുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട് ലേക്കിനോട് ചേർന്നായിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പോസിറ്റീവ്. പിന്നെ നെഗറ്റീവ് എനിക്ക് തോന്നുന്നു ചിലർക്ക് തോന്നാൻ സാധ്യത ഈ പറയുന്ന പോലെ ഒന്ന് ക്ലൈമറ്റ്, നമ്മൾ ക്ലൈമറ്റ് നോക്കി വരണം. ക്ലൈമറ്റ് നമ്മുടെ കയ്യിലല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തിരി റേറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്, പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ചിലർക്ക് അതൊരു നെഗറ്റീവ് വിഷയം തന്നെ ആയിരിക്കും പലർക്കും. റേറ്റ് അത് ഞാനൊരു കുറ്റം പറയുന്നില്ല. റേറ്റ് നമ്മളെല്ലാവരും നോക്കിയിട്ട് തന്നെയാണ് റിസോർട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചിലർക്കൊരു നെഗറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കുമരകം KTDC വാട്ടർസ്കേപ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. നീ കുറച്ച് സ്പീഡുണ്ടല്ലേ? Hi guys, welcome to Truck Travel. Gateway? Weekend getaway set ജീവൻ.